ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 1 മുതൽ പുതിയ ചില നിയമങ്ങൾ വരുന്നുണ്ട്. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പണം നഷ്ടമാവും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് സ്റ്റക്ക് ആവും. ഒന്ന് പ്രധാന കാര്യം, ഇനി നിങ്ങൾ പണം അയക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പേരും പണം സ്വീകരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. മുൻപ് സ്റ്റാർ ഒക്കെ വെച്ച് ഹിഡൻ ആയിട്ടാണ് വെച്ചിരുന്നെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേരും അയാൾക്ക് കാണാൻ പറ്റും. രണ്ട്, നിങ്ങൾക്ക് ഇനി ആപ്പിൽ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് ദിവസത്തിൽ 50 പ്രാവശ്യം മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരിക്കലും ഒരു ദിവസം 50 പ്രാവശ്യം ബാലൻസ് ചെക്ക് ചെയ്യില്ല. പക്ഷേ സ്കാമേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡുകൾ വിവിധ തരത്തിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ബാലൻസ് ചെക്കിംഗ് റിക്വസ്റ്റുകൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. ഇത് UPI സെർവറുകൾക്ക് വലിയ രീതിയിലുള്ള ലോഡാണ് കൊടുക്കുന്നത്. ഇത് ഒഴിവാക്കാനാണ് ഈ ലിമിറ്റ്. 3, ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക്ഡ് അക്കൗണ്ട്സ് സ്വിച്ച് ചെയ്യുക തുടങ്ങിയ പരിപാടികളെല്ലാം ഒരു ദിവസത്തിൽ 25 തവണ മാത്രമേ പറ്റുള്ളൂ. 4, ഓട്ടോപേയിൽ വരുന്ന അപ്ഡേറ്റ് ആണ്. ഇനി EMI ആയാലും ബിൽ പേയ്മെന്റുകളായാലും ഇനി OTTയുടെ ബില്ലുകളായാലും എല്ലാം തന്നെ ഓട്ടോപേ ആണെങ്കിൽ രാവിലെ 10 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, അതും അല്ലെങ്കിൽ രാത്രി 9:30 ശേഷം മാത്രമേ ഓട്ടോപേ നടക്കുള്ളൂ. 5, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ഇനി 1.5 മിനിറ്റിൽ 3 തവണ മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തത് ഫെയിൽ ആയോ, അത് സ്റ്റക്ക് ആയി പോയെങ്കിൽ അത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് 1.5 മിനിറ്റിൽ 90 സെക്കൻഡിൽ 3 തവണ മാത്രമേ പറ്റുള്ളൂ. 6, നിങ്ങൾ ഇനി UPI ID 1 കൊല്ലത്തോളം 12 മാസത്തോളം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഡിസേബിൾ ആയി പോകും, അത് ക്യാൻസൽ ആയി പോകും. അതുവഴി പണം സ്വീകരിക്കാനോ പണം അയക്കാനോ സാധിക്കില്ല. മറ്റൊരു പ്രധാന കാര്യം, UPI ആപ്പുകൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഇനി മുതൽ ബിസിനസ് ട്രാൻസാക്ഷനുകൾക്ക് ഇനി മുതൽ ചാർജസ് ഈടാക്കിയേക്കാം. അപ്പോൾ എല്ലാവരും UPI ആപ്പുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചോളൂ. നന്ദിയുണ്ടേ.